ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? ഇന്ന് രാവിലെ തന്നെ ഫോൺ നോക്കിയപ്പോൾ കണ്ട ഒരു ന്യൂസാണ് കേട്ടോ. ന്യൂസാണ് പെരുമ്പാവൂര് തെരഞ്ഞെടുപ്പ്. പെരുമ്പാവൂരല്ല, നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ 4 ദിവസം മുന്നേ FBയിൽ ഒരു പോസ്റ്റ് കണ്ട്. ആരാണ് ആ പോസ്റ്റ് ഇട്ടത് എന്ന് ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ എപ്പോഴും നോക്കാറില്ല, എന്നാൽ ചിലപ്പോഴൊക്കെ നോക്കാറുണ്ട്. എന്ന് നോക്കിയാൽ ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല ആരാണ് ആ പോസ്റ്റ് ഇട്ടിരുന്നത്. ആരോ ഷെയർ ചെയ്ത പോസ്റ്റാണ് ഞാൻ കണ്ടത്. അപ്പോൾ അതിലെന്താ പറഞ്ഞു വെച്ചെങ്കിൽ, കവളപ്പാറയിൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായില്ലേ, ആ സമയത്ത് സുരാജിനെ അവിടെ കണ്ടോന്നു. പിന്നെ ചൂരൽമലയിൽ കഴിഞ്ഞ പ്രാവശ്യം ഉരുൾപൊട്ടലുണ്ടായില്ലേ, ഉരുൾപൊട്ടലിട്ടാ അതിന് അവിടെ സുരാജിനെ കണ്ടോ, വേറെ കുറേ കാര്യങ്ങൾ ഉണ്ട്. അവിടെയൊക്കെ സുരാജിനെ കണ്ടോ എന്നാണ് ചോദ്യം. അങ്ങനെയാണ് ചോദിക്കുകയാണ്, സുരാജിനെ കണ്ടോന്ന്. അപ്പം ഞാൻ അപ്പൊക്കെ ഇതൊന്നും എലക്ഷൻ്റെ അത് പോയിട്ടില്ല, ഞാൻ അപ്പൊക്കെ എത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ സംഭവം എന്താണെന്ന് വെച്ചാൽ, അപ്പം ഞാൻ സുരാജ് ആരാന്ന് ഇങ്ങനെ വലിയ മന്ത്രിമാരെ MLA മാരൊന്നും അറിയില്ല, അങ്ങനെ അറിയില്ല, എന്നാൽ ചിലവരൊക്കെ അറിയും ചെയ്യാം. അപ്പോൾ ഞാൻ ആരാണ് ഈ ആളെന്ന് വിചാരിച്ച് മനസ്സിലങ്ങനെ വിചാരിച്ച്. അപ്പോൾ സംഭവം എന്താ, ഇന്നലെ രാത്രിയിൽ അൻവറിൻ്റെ കുറേ സമ്മേളനങ്ങൾ, പത്രസമ്മേളനം അങ്ങനെയൊക്കെ കുറേ ഇന്നലെ കുറേ കണ്ടു. അപ്പം അപ്പോഴാണ് മനസ്സിലായത് സുരാജാണ് അവിടെ LDFന് നിൽക്കണമെന്നുള്ളത്. അപ്പം ഇന്നിപ്പോൾ കണ്ട ന്യൂസിനെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പം ഇന്ന് ന്യൂസ് എന്താ കണ്ടത് വെച്ചാൽ, ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നല്ലോ, കവളപ്പാറയിൽ സുരാജ് വന്നോ, ചൂരൽമലയിൽ സുരാജ് വന്നോ എന്നല്ല, സുരാജിനെ ആരെങ്കിലും കണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ അതാണ് ഇന്നപ്പോൾ നമ്മൾ റിപ്പോർട്ടർ ചാനലിലെ അരുണ് പിന്നെ UDFൻ്റെ അൻവറിൻ്റെയും പച്ചക്കള്ളം പൊളിച്ചടക്കി എന്ന് പറഞ്ഞിട്ടൊരു തംബ്നെയിൽ കണ്ടപ്പോൾ ഞാൻ നോക്കിയതാണ്, എന്താണെന്ന് നോക്കിയതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഇതാണ് സംഭവം. അൻവറും ഉണ്ട് സുരാജും ഉണ്ട്. എവിടെ? കവളപ്പാറയിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ ആ സ്ഥലത്ത് സുരാജും ഉണ്ട് അൻവറും ഉണ്ട്. അതേപോലെ ആ ഫോട്ടോ കാണിക്കുന്നുണ്ട്, വീഡിയോ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ വേറെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് തോന്നുന്നു, അവിടെയൊക്കെ സന്ദർശനം കഴിഞ്ഞിട്ട് അവരൊരു യോഗം കൂടുകയൊക്കെ ചെയ്യുമല്ലോ, ആ കൂട്ടത്തിൽ അവിടെ ഇങ്ങനെ യോഗം കൂടുന്ന സമയത്തും ആ യോഗത്തിലും സുരാജും ഉണ്ട് അൻവറും ഉണ്ട്. അപ്പോൾ എലക്ഷൻ വരുമ്പോൾ പലതും പറയും. അത് എന്താ പറയുക, ഞാനൊക്കെ ഇപ്പോൾ കുറേ കാലമായാലും അതിങ്ങനെ കാണുന്നു കേൾക്കണമൊക്കെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കി കൊടുത്ത, എലക്ഷൻ വരുമ്പോൾ ഇവർ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്ന് ചിലപ്പോൾ ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ, ഇവർ ഭയങ്കര പോരായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പോരാ. രാഷ്ട്രീയത്തിനെ പറയലും പാർട്ടിനെ പറയലും മന്ത്രിമാരെ പറയലും MLA മാരെ പറയലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പോരായിരിക്കും. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ഒട്ടലാണ്. അങ്ങനെ പലയിടത്തും കണ്ടിട്ടുണ്ട്. പക്ഷെ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പുണ്ട് വരുമ്പോൾ മാത്രം ഇവർ കൊന്നു കൊലവിളിക്കണ പോലെയുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ വിചാരിക്കും ഈ കോൺഗ്രസിൻ്റെ ഒരാൾ, പിന്നെ ഇടതുപക്ഷം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരാളോട് മുണ്ട് പോലും ഇല്ല, അവരൊക്കെ ഭയങ്കര വൈരാഗ്യമായിരിക്കും എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നിട്ട്. കുറച്ച് കാലം മുന്നേ വരെ എൻ്റെ മനസ്സിൽ അതുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ ഒന്നല്ല എന്ന് തിരിച്ചറിഞ്ഞത് ഇപ്പോൾ കുറച്ചടുത്തായിട്ടാണ്. നമ്മൾ ചെറുപ്പകാലത്തൊക്കെ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ, അന്നൊക്കെ രാഷ്ട്രീയം ഭയങ്കരമായിട്ടുള്ള കാലം ഉണ്ടായിരുന്നു. ഇന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ചെറുപ്പക്കാർക്കൊന്നും അതിന് നേരമില്ല, അങ്ങനത്തെ ഒരു കാലമായി. എന്നാലും ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ചെറുപ്പക്കാർക്ക് ന്യൂ ജനറേഷനൊന്നും അങ്ങനെ താല്പര്യം കാണുന്നില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ.
അപ്പം അതാണ് ഇപ്പം ഇന്നത്തെ സംസാര വിഷയം. അപ്പോൾ രാഷ്ട്രീയക്കാർ ഇവർ തമ്മിൽ നമ്മളെ മതപ്രസംഗങ്ങൾ പറയുമ്പോഴും അല്ല സോറി രാഷ്ട്രീയത്തിൽ പ്രസംഗിക്കുമ്പോഴും ഓരോ പരിപാടികൾ ഉണ്ടാകുമ്പോഴും എലക്ഷൻ വരുമ്പോഴും അവിടെ മണ്ഡലം സന്ദർശിക്കുമ്പോഴും അവിടെ പൊതുപരിപാടികൾ വെക്കുമ്പോൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം കേട്ടോ വിചാരിച്ചപ്പോൾ എന്തൊക്കെ അവരിനി ഒരു കാലം ഉണ്ടെങ്കിൽ അവർ തമ്മിൽ മിണ്ടൂല്ല ഇതാക്കൂല നമ്മൾ എൻ്റെ മനസ്സിൽ അങ്ങനെയായിരുന്നു കേട്ടോ. പക്ഷെ അത് അങ്ങനെ നല്ലതെന്ന് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ പോസ്റ്റ് ഞാൻ വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഈ സുരാജ് എന്ന് പറഞ്ഞ ആൾ അവിടെ ഒന്നും പോയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാവും അങ്ങനെ പറയുന്നുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്നിപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ഡോക്ടർ അരുൺ കുമാറിൻ്റെ ഒരു ന്യൂസ്, ഒരു റീൽസ് പോലുള്ള ചെറിയ ഷോർട്ട് ഇരുന്നത് അത് കണ്ടപ്പോൾ തബ്ബയിൽ കണ്ടപ്പോൾ ഞാനൊന്ന് പോയി നോക്കിയതാണ് എന്താ കാര്യം. അപ്പോൾ ഇന്നലെ രാത്രിയിൽ അൻവറിൻ്റെ കുറേ പത്രസമ്മേളനങ്ങൾ 3-4 കണ്ടിട്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങിയത് തന്നെ. അപ്പോൾ അതിപ്പോൾ നേരം എടുത്ത് എനിക്ക് കണ്ണ് തിരുമ്പാട് ഞാൻ സമയം നോക്കാൻ വേണ്ടി ഫോൺ ഓണാക്കിയപ്പോൾ ഇതിങ്ങനെ നോട്ടിഫിക്കേഷൻ വന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് റിപ്പോർട്ടർ ന്യൂസ് ചാനലുകളൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കാറുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇത് കണ്ടപ്പോൾ നോക്കിയപ്പോൾ അത് സംഭവം. അപ്പോൾ ഓക്കെ എന്നാലിട്ടോ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ്. ഇന്നത്തെ വിഷയം ഇതാണ്. രാഷ്ട്രീയം ഒന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇന്നലെ ഇന്ന് കണ്ടത് കൂടിയിട്ട് പറഞ്ഞതാണ്. അല്ലെങ്കിൽ ഞാൻ കണ്ടത് കേട്ടതും മാത്രം പറയണം, പിന്നെ എൻ്റെ അനുഭവങ്ങൾ മാത്രമേ പറയുള്ളൂ. പിന്നെ ഞാൻ ഒന്നും എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് പറയില്ല. പിന്നെ എൻ്റെ ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടാവില്ല, അത് പറയാം. ഒരാളുടെ പേര് വെച്ചിട്ട് ഒന്നും പറയില്ല. പക്ഷേ രാഷ്ട്രീയ കാര്യങ്ങൾ പറയാം. അപ്പം നമ്മളെല്ലാവരും പറയണത് തന്നെയല്ലേ, മന്ത്രിമാർ MLA മാരൊക്കെ പേര് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ സിനിമാ നടന്മാരും മന്ത്രിമാരനൊക്കെയാണ് നമ്മൾ എത്ര പ്രായമുള്ള ആൾക്കാരായാലും ചെറിയ കുട്ടികളായാലും പേര് പറയുന്ന അവർ തന്നെയാണ്. അവരുടെ ചേട്ട ഒന്നും വിളിക്കൂല, ചേട്ട ചേച്ചി അവർ നമ്മൾ വിളിക്കൂലല്ലോ. അവരനൊക്കെ നമ്മൾ പേര് വിളിച്ചിട്ട് തന്നെയാണ് പറയല്ലേ. അപ്പോൾ അത്ര വലിയ 10-70 വയസ്സായ മമ്മൂട്ടീനായാലും ഇത്ര ചെറിയ കുട്ടികൾ അത് മമ്മൂട്ടിന്ന് തന്നെ പറയുള്ളൂ, അല്ലാതെ അത് മമ്മൂട്ടിക്കാകെ എന്ന് പറയില്ല. അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാർ. പിന്നെ ഇപ്പോൾ ഇവിടെ AC മൊയ്തീൻ, അയാൾക്കൊരു 10-70 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്പോഴും ഇവിടുത്തെ MLA ആരാന്ന് വെച്ചാൽ AC മൊയ്തീൻ അങ്ങനെ തന്നെ പറയുള്ളൂ, AC മൊയ്തീനക്കാന്ന് പറയില്ലല്ലോ. അതേപോലെയാണ് കുറേ കാര്യങ്ങൾ. അപ്പം എന്നാൽ ഓക്കെ, എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കാണട്ടോ. ബായ്.